ഹലോ. ഹലോ, ആ ലിയാഖത്ത് സാറല്ലേ? ലിയാഖത്താണ്. ആ, എന്റെ പേര് ഞാൻ പറയുന്നില്ല. ആ എൻ- എനിക്ക് അങ്ങനെ വലിയ വിശ്വാസം ഒന്നുമില്ല. പക്ഷെ ആ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ആ ഒരു ഫ്രണ്ടുമായിട്ട് ആ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു സമയത്ത് ആ എനിക്ക് ഇങ്ങനെ അവരൊരു ചോദ്യം വന്നു. ആ അതായത് ഈ ക്രിസ്ത്യാനിറ്റിയിൽ ആ നമ്മൾ ഈ ഇടയ്ക്ക് ഒരു കൗൺസിലിംഗ് പോലത്തെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അതായത് റിട്രീറ്റിനൊക്കെ പോകും ആൾക്കാര്. ഉം അന്നേരം അവിടുന്ന് ഇങ്ങനെ ചിലപ്പോൾ നമ്മുടെ തലയെ കൈവച്ചൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ നമ്മളോട് ഇങ്ങോട്ട് പറയും. ഉം അപ്പം നമുക്കിപ്പം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഒരാൾക്ക് ഏതൊരാളുടെയും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഉം അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ഇവര് പറയുന്നതായിരിക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഒരാളുടെ പേരെടുത്ത് നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ചിട്ട് ഉം. നമ്മളോട് നമ്മളോട് പറയുവാണ്, അത് ഇന്ന ആളെ അറിയുവോ? ക്രിസ്ത്യാനിറ്റിയിൽ മാത്രമൊന്നുമല്ല, അത് ഈ സൂത്രപ്പണി അറിയാവുന്ന കുറെ ആളുകളുണ്ട്. ഉം. ഉം. ഈ അടുത്ത് 24-ലൊരു കൈനോട്ടക്കാരനുണ്ടായി. ആ. പുള്ളിന്റെ കൈ നോക്കിയിട്ട് എന്റെ ഞാൻ താമസിക്കുന്ന വീടിന്റെ പ്ലാൻ പറയാന്ന് പറഞ്ഞു. ആ. പക്ഷെ ഒന്നും നടന്നില്ല. അപ്പൊ അത് എങ്ങനെയാന്ന് വെച്ചാല് കുറെ കാര്യങ്ങൾ കറക്കിക്കുത്താണ്. ഉം. കറക്കിക്കുത്തി പറയുന്ന, പിന്നെ കുറച്ച് ആളുകളെ ഒബ്സർവ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റും. ഉം. പിന്നെ എല്ലാവർക്കും കോമൺ ആയിട്ടുണ്ടാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ ജനുവരിയിൽ ജനിച്ച ആളാണെങ്കിൽ ഇനി പറയുന്നത് ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറയും. അത് ആ. ജനുവരിയിലും ഫെബ്രുവരിയിലും മാർച്ചിലും ഏപ്രിലൊക്കെ ജനിച്ചവർക്കും ഇതിനകത്ത് കുറെ കോമൺ ആയിട്ടുള്ള കുറെ സാധനങ്ങൾ ഉണ്ടാവും, പൊതുവിൽ ആളുകളിലുള്ള കുറെ സാധനങ്ങൾ. ആ. അപ്പോ ജനുവരിക്കാരൻ അത് കേൾക്കുമ്പോ അത് ശരിയാണെന്ന് പറയും. ഫെബ്രുവരിക്കാരനെ കുറിച്ച് വേറെ ഒരു രീതിയിൽ ഇതേ സാധനം തന്നെ പറഞ്ഞാൽ അതും ശരിയായിരിക്കും. പക്ഷെ എനിക്കും ഒരു അനുഭവം പണ്ട് ഉണ്ടായിട്ടുള്ളത്. ഉം, പണ്ട് എനിക്ക് തോന്നുന്നു ഒരു +1 +2 പഠിക്കുന്ന സമയത്താണ്. ഉം, അപ്പോ ഇതുപോലെ പോയപ്പോ സമയത്ത് അന്ന് ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പിന്റെ പേര് പറഞ്ഞിട്ട് ഉം, ആ ആളുടെ പേര് പറഞ്ഞ് ഉം, എന്നിട്ട് എന്നിട്ട് ആ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ആ ഉം. ആള് പോകുന്ന വഴി ശരിയല്ല എന്നൊക്കെ എന്നോട് ആരാണ് ആള്? ആരാണ് ഈ ഏ മഹാൻ? ഇങ്ങനെ പറഞ്ഞതാ. ആ പറഞ്ഞ ഇങ്ങനെ മഹാൻ. പറഞ്ഞ മഹാൻ അതൊരു റിട്രീറ്റ് സെന്ററില്ല. പേരൊന്നും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അങ്ങനെ ഒരാളും ഇല്ല. അങ്ങനെ ഒരാൾക്കും അങ്ങനെ രഹസ്യങ്ങൾ പറയാൻ കഴിയില്ല. 100%. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ചലഞ്ച് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. അതൊക്കെ വെറും ഉടായിപ്പും തട്ടിപ്പും പരിപാടിയാണ്. ഓക്കെ. ആ, പിന്നെ വേറൊരു സംഭവം. നിങ്ങളടുത്ത് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറയണമെങ്കിൽ അത് ക്ലിയർ ആയിട്ട് എവിടുന്ന ഗ്യാദർ ചെയ്തതാണ്, എവിടുന്ന കണ്ടെത്തുന്ന അയാള് പക്ഷെ നമ്മളെ കൈക്കലാക്കിയ. അറിയുന്ന ആളല്ല. ഒരു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കോമൺ ആയിട്ടുള്ള ഒരു പേരല്ല. ആയിക്കോട്ടെ, അതെന്താ, അത് കോമൺ ആയിട്ടുള്ള പേരാണെങ്കിലും കറക്റ്റ് ആവില്ല. ഇപ്പൊ കോമൺ ആയിട്ടുള്ള പേര് പറഞ്ഞാൽ ശരിയാവും? അതും ശരിയാവുന്നില്ല. പേര് ആ. ഇപ്പൊ നിങ്ങൾ പ്രണയത്തിലിരിക്കുന്ന ഒരു ആ പെൺകുട്ടിയുടെ പേര് ഇയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ അയാളുടെ കയ്യിലുണ്ട്. അത്രേ ഉള്ളൂ. അതിനകത്ത് ഒരു അത്ഭുതവും ഇല്ല. ദൈവത്തിന് ഇതാണല്ലോ പണി. അല്ല ദൈവം ഇപ്പൊ ഈ പള്ളിയിലച്ഛനെ പേര് പറഞ്ഞു കൊടുക്കാനല്ലേ പിന്നെ ആള് പ്രണയിക്കുന്നത് ഇന്നാലിന്ന അല്ല, ഇത് പള്ളിയിലച്ഛനൊന്നും അച്ഛൻ. അല്ല. അല്ല, ആരായാലും ഉം. ദൈവികമായ ഒരു ഇടപെടൽ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നാമത് അങ്ങനെ ഒരു സാധനം അവിടെ ഇല്ല. പിന്നെ ഇത് ഉം. ആരിടപെടാനാണ്? അത് കംപ്ലീറ്റ് തട്ടിപ്പാണ്. ഞങ്ങളുടെ നാട്ടിലൊരു ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു മജീഷ്യൻ ഉണ്ട്, ചെർപ്പളശ്ശേരി ഷംസുദ്ദീൻ എന്ന് പറഞ്ഞത്. ഉം. അപ്പോ ഈ ഷംസുദ്ദീന് ഒരു മിനിറ്റ്, ആ ഫോണൊന്ന് എടുത്തോനെ, എന്നിട്ട് സംസാരിച്ച. അപ്പോ ഷംസുദ്ദീൻ എന്ന് പറഞ്ഞ ഒരാള്, അയാളിപ്പോ പിന്നെ ഇയാളുണ്ട്, നമ്മുടെ എന്താ പറയാ, മാജിക് പ്ലാനറ്റിലുണ്ട്. അയാളുടെ വലിയ നമ്പറുകളായിരുന്നു. അതായത് റോഡരികിലേ, ഉം. ഞാൻ പുള്ളിയുടെ ഇത് കണ്ടിട്ടുള്ളത്, സർക്കസ് കണ്ടിട്ടുള്ളത്, സർക്കസ് അല്ലാതെ മാജിക് ആണ്, തെരുവ് മാജിക് ആണ്. അപ്പോ ഉം. അവിടെ ഇങ്ങനെ കണ്ണ് കെട്ടി ഒരാളെ കണ്ണൊക്കെ മൂടി കെട്ടി വേറെ ഒരു പുതപ്പിന്റെ ഉള്ളിലാക്കി കെട്ടിക്കൂട്ടി, എന്നിട്ട് അതിന്റെ മുകളിൽ എന്തോ സാധനമൊക്കെ വെച്ച് മൂടി ഇയാളെ മകനെ കടത്തും. ഉം. എന്നിട്ട് ഇയാളോട് ഇങ്ങനെ പറയും, ഇപ്പൊ അവിടുന്ന് ഒരു KSRTC ബസ് വരുന്നില്ല, ആ ബസ്സിന്റെ നമ്പറിന്റെ ആദ്യത്തെ അക്ഷരം പറ, രണ്ടാമത്തെ അക്ഷരം പറ, മീൻസ് നമ്പറൊക്കെ കൃത്യമായിട്ട് പറയും. റോഡിൽ കൂടി പോകുന്ന KSRTC ബസ്സിന്റെ ഈ കണ്ണൊക്കെ കെട്ടിയിരിക്കുന്ന ആളെ, ഉം. അന്ന് ഈ മൊബൈലും കാര്യങ്ങളൊന്നും ഇത്രയും പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് ഉം. ഉം
പിന്നെ ആളുകള് പൈസ കൊടുത്താൽ ആ നോട്ടിന്റെ നമ്പർ പറയാ, അങ്ങനെ പരിപാടി. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവര് അവരുടെ മന്ത്രസിദ്ധിയാൽ ഇങ്ങനെ കാര്യസാധനം ഉണ്ടാക്കി തരാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ വിൽക്കാനുണ്ടാവും അവിടെ. 350 രൂപ 400 രൂപയൊക്കെ കൊടുത്തിട്ട് അത് വാങ്ങായിട്ട് വന്ന ആളുകൾ ഉം. ഫുൾ ഉടായിപ്പാണ്. അയാളിപ്പം അതേപോലെ അയാളുടെ വേറൊരു ഭയങ്കരമായിട്ടുള്ള മാജിക് ആയിരുന്നു ഈ പക്ഷെ ഉടായിപ്പ് അല്ലാതെ മാജിക് ആണ്. അതിനെ ചൂഷണം ചെയ്യാതെ പൈസ ആക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ഉടായിപ്പാണ്. ഉടായിപ്പാണ്. അപ്പൊ അതേപോലെ മറ്റുള്ള മനുഷ്യന്മാരുടെ ജീവിതത്തിൽ അവരുടെ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പറഞ്ഞിട്ട് അതിന് പരിഹാരമൊക്കെ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ശുദ്ധമായ തട്ടിപ്പാണ്. അയാളുടെ വേറൊരു മാജിക് ആയിരുന്നു ഒരു മാങ്ങാണ്ടി നമ്മുടെ ഉം. കണ്ണിന്റെ മുമ്പിൽ ഒരു മണ്ണിൽ കുഴിച്ചിട്ട് അത് കൊട്ട വെച്ച് മൂടി, പിന്നെ അയാൾ തുണിയിട്ട് മൂടി, അതൊക്കെ കഴിഞ്ഞൊരു മാജിക് കാണിക്കുമ്പോ നല്ല ഒരു വലിയൊരു അത്യാവശ്യം വലുതായിട്ടുള്ള ഒരു മാങ്ങ ഉള്ള ഒരു മാവായിട്ട് അത് മാറിയിട്ടുണ്ടാവും മിനിറ്റുകളോട്. ഉം. ആ മാങ്ങ പൊട്ടിച്ചെടുത്താൽ ആ മാങ്ങയുടെ ചൊണാന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും, അതിന് കറയൊക്കെ വരും. അറിയാം. ആ അപ്പൊ ഇതൊക്കെ ദൈവം ഇയാൾക്ക് മാവും തൈ അവിടെ വെച്ച് ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ വിചാരിക്കണമെങ്കിൽ ഇതൊക്കെ ട്രിക്സ് ആണ്. പലതരത്തിലുള്ള ട്രിക്സുകൾ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആ, പിന്നെ ഇപ്പൊ ഹിപ്നോസിസം. പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ നമുക്ക് ഒരു ട്രിക്ക് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹിപ്നോസിസിന്റെ പല കാര്യങ്ങളുണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഉം. ഒരാളെ ഞാൻ കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ കണ്ടെത്തിയാൽ അയാളുടെ ഞാൻ അയാളെ ചലഞ്ച് ചെയ്യാൻ തയ്യാറുമാണ്. അങ്ങനെ ഒരാളില്ല. ഇതങ്ങനെ ഫേമസ് ആയിട്ടുള്ള ആളല്ല. ഇത് ആരായാലും. നമ്മളിപ്പോ റിട്രീറ്റ് സെന്ററിൽ പോകുന്ന സമയത്ത് നമുക്ക് ഉം, ഒരു പേഴ്സണൽ ആയിട്ട് സംസാരിക്കാൻ വേണ്ടി ഓരോ ഉം, ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ടാവും അവിടെ. ഉം, അപ്പൊ നമ്മുടെ കാര്യങ്ങളെല്ലാം പോയി സംസാരിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഉം, അത് അവർ ഉദ്ദേശിക്കുന്നത്. ഉം. അപ്പൊ നമ്മൾ പോയി സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടൊന്നും പറയണ്ട. പുള്ളി അതൊന്നും നമ്മുടെ പറയണ്ട. കാര്യങ്ങളെല്ലാം ഇങ്ങോട്ട് അതൊക്കെ ഇങ്ങോട്ട് നമ്മളോട് കൃത്യമായിട്ട് കിട്ടും. പറഞ്ഞുതരും. നിങ്ങൾ എങ്ങനെയാ ഇവിടെ എത്തിപ്പെടുന്നത്? എങ്ങനെ? ഈ റിട്രീറ്റ് സെന്ററിൽ നിങ്ങൾ എങ്ങനെ എത്തിപ്പെടുന്നത്? അത് നമ്മള് ഇങ്ങനെ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ പോകുന്നത്. ഉം. ആ ആ അല്ലാതെ സ്ഥലം ആരാ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്നത്? അപ്പോയിന്റ്മെന്റ് ആരാ എടുത്തു തരുന്നത്? എനിക്ക് മനസ്സിലായില്ല. അതായത് നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനെ പോയി ഒരാളെ കാണണം, അല്ലെങ്കിൽ സ്ഥാപനത്തിൽ പോയി ഒരാളെ മീറ്റ് ചെയ്ത് ഒരു കൗൺസിലിംഗ് എടുക്കണമെങ്കിൽ അതിനൊരു മുൻകൂർ ഇല്ല, അപ്പോയിന്റ്മെന്റ് വേണ്ടേ? ഇതൊരു റാൻഡം ആയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല്, ഉം, അതായത് അവിടെ ഒരു 10-15 പേരോളം ഉണ്ടാവും ഉം, ഇതുപോലെ സിദ്ധികളുണ്ട് എന്ന് പറയുന്ന, അതായത് ഉം. കൗൺസിലിങ്ങിന് വേണ്ടി തന്നെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഉണ്ടാവും. അവര് കൗൺസിലിംഗ് എന്നാണ് പറയുന്നത്, അങ്ങനെ സിദ്ധി എന്നൊന്നും നമ്മൾ അങ്ങോട്ട് പറയാറില്ല. ചെല്ലുമ്പോ ആരാണ് നമ്മളെ കൗൺസിലിംഗ് എന്നുള്ളത് പോട്ടെ, ആ. നമ്മൾക്ക് ആ ഒരു കൗൺസിലിംഗിനുള്ള സ്ലോട്ട് കിട്ടണ്ടേ? ഉം. അതെങ്ങനെ കിട്ടുന്നത്? അത് 1 by 1 അങ്ങനെ, അതൊരു 100 പേരുണ്ടാവും ഒരു റിട്രീറ്റ് സെന്ററിൽ ഒരു സീസണിൽ വരുന്നത് ആ ആൾക്കാർ. ആ ആ 100 പേർക്കും അവരെ എങ്ങനെ സെലക്ട് ചെയ്യുന്നത്? അല്ല, അത് എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ഈ 100 പേർക്കും ഈ ഇപ്പൊ കൗൺസിലിംഗ് അറേഞ്ച് ഞാൻ ചെയ്യും. നാളെ ചെന്നിട്ട് നേരെ അങ്ങ് കയറി ചെല്ലാണ് ഒരു കൗൺസിലിങ്ങിന്, അങ്ങനെ ചെയ്യാൻ ആ, പറ്റുമോ? അങ്ങനെ പറ്റും. അപ്പൊ നമുക്ക് രണ്ടുപേർ കൂടി പോകാൻ വേണമെങ്കിൽ ആ, അതിപ്പോ നമുക്ക് സംശയ നിരൂപണത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പോകാം വേണമെങ്കിൽ. ആ അങ്ങനെ തന്നെ ആ, ഒന്നും പറയത്തില്ല. ഒന്നും പറയത്തില്ല. അവര് എന്താ ഒരു 3 ദിവസത്തെ ഇതൊക്കെ ആയിരിക്കും നമ്മളോട്, റിട്രീറ്റ് ആണ് നമ്മളോട് പറയുന്നത്. 3 ദിവസത്തിൽ ഇവര് നമുക്ക് പല പല ക്ലാസ്സുകളും ഒക്കെയാണ് എടുത്തു തരുന്നത്. ചെന്ന പാടെയാണോ പറയുന്നത് ഇതൊക്കെ? അല്ലെന്നേ, അല്ലല്ല. നമ്മൾ ചെന്ന് ആദ്യത്തെ ദിവസം ഏറ്റവും ലാസ്റ്റ് ഡേയിലായിരിക്കും ഈ നിങ്ങൾ കൗൺസിലിംഗ് വരിക. ചെല്ലുമ്പോ തന്നെ പേരും സ്ഥലവും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ? പേരും സ്ഥലവും കൊടുക്കും, പേരും ഡീറ്റെയിൽസും കൊടുക്കും. പക്ഷെ നമ്മളിപ്പം ഇപ്പോഴത്തെ പുതിയ കാലത്ത് ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ മൊബൈലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മൊബൈലെല്ലാം അവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്യും. ഒരു 3 ദിവസത്തേക്ക് നമ്മൾ മൊബൈലൊന്നും നമ്മൾ എടുക്കൂല. അങ്ങനത്തെ ഒരു ഇതാണ്. ഒന്നും ഒരു കുഴപ്പമില്ല. അതൊക്കെ സുഖമായിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ സിമ്പിൾ എന്നാലും നമ്മുടെ പരിപാടികളാണ്. മനസ്സിലുള്ള കാര്യമൊക്കെ എങ്ങനെയാണ്? മനസ്സിലുള്ള കാര്യം പറയാൻ കഴിയില്ല സുഹൃത്തെ. ഉം. പിന്നെ റാൻഡം ആയിട്ടുള്ള ഒരു 18 ഇപ്പൊ എന്റെ വൈഫിന്റെ കൈ നോക്കിയിട്ട് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിരിക്കുന്ന ആ ഒരു 2 മാസം ആവുന്ന സമയത്ത് പറഞ്ഞു, അടുത്ത് തന്നെ നിങ്ങളെ വീട്ടിലൊരു ആൺകുട്ടി വരും. അത് പറയാനിപ്പം കണിയാരാവണോ? അത് പറയാൻ അതെ. കണിയാരാവണ്ട. പക്ഷെ അതേ ആള് കൈ നോക്കിയിട്ട് പറഞ്ഞു എന്ത്, 27ാമത്തെ വയസ്സിൽ സ്വന്തം വീട്ടിൽ താമസിക്കും. അതായത് വൈഫിനോട് പറയാണ്. അത് ഒരു കോമൺ ഫാക്ട് ആണ്. മീൻസ് സാധാരണഗതിയിൽ ഒരു 80 to 90% കേസിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഹൈലി പ്രോബബിൾ ആയിട്ടുള്ള സാധനമാണ്. ഒരു വീട് വെച്ചിട്ട് അവർ പുതുതായിട്ട് താമസിക്കും. പ്രത്യേകിച്ച് വാടകയ്ക്ക് താമസിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും അവര് സ്വന്തമായിട്ടൊരു വീട് വെച്ച് താമസിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഇതെന്ന് പറയുന്നത് ചിലപ്പോ ഒരു 90% മുകളിലായിരിക്കും. ഇല്ലേ? അതാണ് ഗസ് അടിക്കുന്നത്. അത് സംഭവം നടന്നില്ല, പാളിപ്പോയി. അപ്പൊ ഇങ്ങനെയുള്ള ആളുകള്
കുറച്ച് വൾണറബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിലുള്ള ആളുകളെയൊക്കെ ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഉം. കബളിപ്പിക്കുകയാണത്. നമ്മളുടെ മനക്കട്ടി ഇല്ലാത്തതുകൊണ്ടാണ് ഈ കബളിപ്പിക്കൽ, ഈ ഹിപ്നോട്ടിസം പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഉം. ഹിപ്നോട്ടിസത്തിന്റെ കുറെ ട്രിക്സ് ഉപയോഗിക്കുന്ന പല വിദ്വാൻമാരും ഇതേപോലത്തെ പരിപാടികൾ ചെയ്യുന്നുണ്ട്. ഇത് കൈൻഡ് ഓഫ് അങ്ങനെയാണെന്ന് നമുക്കും മെന്റലിസം തോന്നിയിട്ടുണ്ട്. കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. ആ. നിങ്ങൾ ചെന്നിട്ട് അവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം മുൻകൂട്ടി കവറിൽ എഴുതിയിട്ടിട്ടുണ്ടാവും ചിലപ്പോ. ഉം. നിങ്ങൾ ചെന്നിട്ട് ഒരു പുസ്തകത്തിന് റാൻഡം ആയിട്ട് ഒരു പേജിൽ നിന്ന് ഒരു വാക്ക് നിങ്ങളോട് സെലക്ട് ചെയ്ത് പറയാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് മെന്റലിസം ചെയ്യുന്ന ആൾ അത് എഴുതി പോക്കറ്റ് ഇട്ടിട്ടുണ്ടാവും. ഉം. കണ്ടിട്ടില്ലത്? അതെങ്ങനെ? അതെങ്ങനെയാ? അതാണ് മെന്റലിസത്തിന്റെ കുറച്ച് അപ്പം വീഡിയോസ് ഒന്ന് കണ്ടാൽ മതി. അപ്പൊ അപ്പൊ പിന്നെ നിങ്ങളുടെ ഈ ഇത് അത്ഭുതം കയറും. അപ്പൊ പിന്നെ ഇതും അത്രേ ഉള്ളൂ. കൈൻഡ് ഓഫ് അതിനേക്കാൾ ഈസി ആണെന്നേ. മെന്റലിസത്തിന്റെ ഒരു പാർട്ടാണെന്ന് അങ്ങനെ വിചാരിക്കേണ്ടി മെന്റലിസത്തെക്കാൾ വരും. ഈസി അല്ലേ? നിങ്ങൾ ഒരു കൗൺസിലിംഗ് സെന്ററിലേക്ക് ചെല്ലുന്നു, അവിടെ നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നു. നിങ്ങളുടെ അവിടെ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ പേരും അഡ്രസ്സും സ്ഥലവും ഉം. ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നു. ഉം. പിന്നെ നിങ്ങളുടെ വെയർ അബൌട്ട്സ് വിത്തിൻ ഇതൊരു അവേഴ്സ് അവർക്ക് കിട്ടും. കൗൺസിലിംഗ് സെന്റർ അല്ല, പക്ഷെ നമ്മൾ ജസ്റ്റ് എന്തായാലും നമ്മുടെ പേരും നമ്മുടെ വീട്ടുകാരും കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ കൊടുക്കും. നമ്മൾ അത്ര മതി. നമ്മൾ ആര് വന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ അതൊക്കെ ഒരു എന്താ പറയാ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അതിന് എന്തോരം കാര്യങ്ങൾ ഉണ്ടാവും. എന്നാലും ഇതൊരു അതൊക്കെ 100 സിമ്പിൾ ആണ്. പേരാണ് ഒരു ടൈമിൽ വരുന്നത്. ഒരു മൂന്ന് ദിവസത്തെ പരിപാടിയാണ്. അതൊന്നും അപ്പൊ പ്രശ്നമില്ല. അതൊന്നും അത്ര വലിയ ടാസ്ക് അല്ലെന്ന്. മതങ്ങളെ സംബന്ധിച്ചൊന്നും ടാസ്ക് അല്ല. മനസ്സിലായോ? ഈ ഇപ്പൊ ഇതുപോലെ നിങ്ങൾ കണ്ടിട്ടില്ലേ, കാല് വയ്യാതെ വന്നിട്ട് എഴുന്നേറ്റ് നടന്നു പോകുന്നവരൊക്കെ? അതൊന്നും നമുക്ക് വലിയ കാര്യമായിട്ടൊന്നുമില്ല. അതൊന്നും നമ്മൾ വിശ്വസിക്കുന്നേ ഇല്ല. അത് അതെല്ലാം അവരങ്ങനെ ചെയ്ത് തട്ടിക്കൂട്ടാണെന്ന്. കാണിക്കുന്നില്ലേ, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നില്ലേ? അത് തട്ടിപ്പാണോ? അത് തട്ടിപ്പായാൻ അത് സാധ്യതയില്ലായിരിക്കില്ല. തട്ടിപ്പാണെങ്കിൽ ഇതും തട്ടിപ്പാണ്. ആ, തട്ടിപ്പ് മീൻസ് ട്രിക്ക് ആയിരിക്കും. നിങ്ങളെ അത്ഭുതപ്പെടുത്തിയാൽ മതിയല്ലോ. ഇതിപ്പോ എനിക്ക് നിങ്ങൾക്കൊരു ഞാൻ തന്നെ വാവ് എനിക്ക് എഫക്ട് ഉണ്ടാക്കുകയാണ് വേണ്ടത്. അതവർ ചെയ്യും. അത് ചെയ്തിരിക്കും. നിങ്ങൾ ഒരു 3-4 മെന്റലിസം വീഡിയോസ് കണ്ടാൽ മതി. അപ്പൊ നിങ്ങൾക്ക് എന്റെ അത്ഭുതം പോയി കിട്ടും. അതിൽ വേറെ ദൈവവും പിന്നെ സാത്താനും ഒന്നുമില്ല. പേര് പറയുന്നതല്ല ഈ മെന്റലിസത്തിന്റെ ബാക്കിയാണ്. പേരൊക്കെ പറയുന്നത് കൃത്യമായിട്ട് പേര് മനസ്സിലാക്കി പറയുന്നതാണ്. അതൊന്നും കറക്കി കുത്താൻ പോലെ അവർ തയ്യാറാവില്ല. കറക്കി കുത്തില്ല. കറക്കി കുത്തലൊന്നുമില്ല. കൃത്യമായിട്ട് പറയും. ചിലപ്പോ നിങ്ങൾ ആദ്യം എടുത്ത വണ്ടിയുടെ നമ്പർ വരെ പറഞ്ഞു കളയും. അതെല്ലാം കൃത്യമായ ഇൻഫർമേഷൻ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ. അതൊക്കെ ഇൻഫർമേഷൻ കിട്ടാവുന്നതാണല്ലോ, അവിടെ ഉള്ള ഇൻഫർമേഷൻ അല്ലേ. പ്രവചനം എന്ന് പറഞ്ഞാൽ എന്താ? ഭാവിയിൽ സംഭവിക്കാവുന്ന ഒരു കാര്യം അക്യുറേറ്റ് ആയിട്ട്, ടൈം ആൻഡ് ഡേറ്റ്. ഇപ്പം പിന്നെ നിങ്ങള് ഇത്രാമത്തെ വയസ്സിൽ ഇന്ന ജില്ലയിൽ ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന സംഭവം നിങ്ങൾക്ക് സംഭവിക്കും എന്ന് പറഞ്ഞാൽ സംഭവിക്കണം. ഒരാളുടെ ഞാൻ ഇപ്പൊ അടുത്ത് ഒരു തോക്ക് സ്വാമി ഉണ്ടായിരുന്നു. ഭയങ്കര പ്രവചനക്കാരുടെ ഒരു കൂട്ടത്തിനിടയിൽ ഞാൻ പോയി പെട്ടു. അപ്പൊ അവരോട് ഞാൻ ചോദിച്ചത്, എന്റെ മരണം അല്ലെങ്കിൽ എനിക്ക് എന്റെ ഒരു അസുഖം അതവര് പ്രവചിക്കട്ടെ, ഡേറ്റ് പറയണം. പക്ഷെ അതുപോലെ തന്നെ ഇതേ സ്കീം തന്നെ വന്നിട്ടുണ്ട്. ഇതുപോലെ മോനെ വലിയൊരു അപകടത്തിൽ നിന്ന് ദൈവം മോനെ രക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. സംഭവം അത് ശരിയാണ്. ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്താണ് നമുക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് വരുന്നത്. നിങ്ങൾ എന്നോട് പറഞ്ഞു നോക്കിയേ, അത് ശരിയാണ്. നിങ്ങളതൊരു 90% ഒരു 20 വയസ്സ് 22 വയസ്സ് വരെ ജീവിച്ച ഒരു 100 ആളുകളോട് പറഞ്ഞാൽ 90 കേസിലും അത് ഓക്കെ ആയിരിക്കും. അപ്പൊ അത് നമ്മളുടെ മനസ്സിലെ ഏറ്റവും വലിയ അപകടമായിട്ട് നമ്മള് കാണുന്ന എന്താണോ ഒരു കാണുന്നത് ഇൻസിഡന്റ് അതായിരിക്കും നമ്മുടെ മനസ്സിൽ അന്നേരം വരുന്നത് അല്ലേ? നമുക്ക് തരുന്ന സജഷൻസ് ആണ്. അങ്ങനെയുള്ള കുറെ പരിപാടികൾ, കുറെ കലാപരിപാടികൾ നടക്കുന്ന കേസുകൾ. അതിലൊന്നും അത്ഭുതപ്പെടാനൊന്നുമില്ല. സ്വസ്ഥമായിട്ടിരിക്കുക, മനസ്സ് കുറച്ചുകൂടി ശക്തി നേടുക, അത്രേ ഉള്ളൂ. മനക്കട്ടി നമ്മൾ പറയില്ലേ, അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും കാണുമ്പോഴത്തേക്ക് അങ്ങ് അത്ഭുതവും ഞെട്ടലും ഒക്കെ ഉണ്ടാവുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അതിനെ നമ്മള് അങ്ങനെ ഞെട്ടി ആ ഞെട്ടലങ്ങ് തീർക്കുക. അപ്പൊ ശരിയായിക്കോളും. നിങ്ങള് മുതുകാടിന്റെ മെന്റലിസം ഷോകളുണ്ട് കുറച്ച്. ഇപ്പം നമ്മള് ട്രിക്സ് ഫാസിൽ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനൽ ഞാൻ കാണലുണ്ട്. അതൊന്ന് കണ്ടു നോക്കൂ.
ആയിക്കോട്ടെ. ഓക്കെ. അപ്പൊ നിങ്ങളെല്ലാ അത്ഭുതം തീരും. ശരിയാവും. ഓക്കെ. ഓക്കെ. ശരി, ശരി. ശരി. ഓക്കെ. താങ്ക് യു. ഓക്കെ.